ഭാഗങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം മുതൽ അങ്ങോട്ട് ധ്യാനിച്ചു പോകുമ്പോൾ നമുക്കറിയാം, ആദ്യം ആദമിനല്ല സൃഷ്ടിച്ചത്, ആദ്യം ദൈവം ദൂതന്മാരെയാണ് സൃഷ്ടിച്ചത്. ദൂതന്മാരെ സൃഷ്ടിക്കുകയും ദൂതന്മാർക്ക് പാർപ്പാൻ ഈ ഭൂമിയെ ദൈവം കൊടുക്കുകയും ചെയ്തു. ലൂസിഫർ ഉൾപ്പെടെയുള്ള ദൂതന്മാർ ഈ ഭൂമിയിൽ പാർത്തു. അവർ പാപം പെരുകിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ അവൻ്റെ കുട്ടി സൈന്യത്തെ മൊത്തം ഈ ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റി ഭൂമി പാഴും ശൂന്യമായിരുന്ന സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം ഒന്നുകൂടെ അതിനെ പണിതു. സൂര്യനെയും നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സകലത്തെയും സൃഷ്ടിച്ച ദൈവം ഒന്നുകൂടെ ഒന്ന് പണിത് അതിനകത്ത് കർത്താവിൻ്റെ രൂപത്തിലും കർത്താവിൻ്റെ സാദൃശ്യത്തിലും, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ രൂപത്തിലും കർത്താവിൻ്റെ സാദൃശ്യത്തിലും കർത്താവിൻ്റെ ജീവനും നിറച്ച് കർത്താവിൻ്റെ തേജസ്സും നിറച്ച് മനുഷ്യനെ ആക്കാൻ വേണ്ടി കർത്താവ് ഈ ഭൂമിയെ ശുദ്ധീകരിച്ചു സകലത്തെയും ബാക്കിയെല്ലാം വിളിച്ചു വരുത്തിയ ശേഷം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ആദമിനെ ദൈവം മണ്ണുകൊണ്ട് ഉണ്ടാക്കി. ദൈവത്തിന് സ്തോത്രം. മണ്ണുകൊണ്ടുണ്ടാക്കി ക്രിസ്തുവിൻ്റെ ജീവനെ അവൻ്റെ ഉള്ളിനകത്താക്കി അവനെ തക്കതായൊരു തുണയാളിയും ഭാര്യയിൽ നിന്ന് വലിച്ചൂരി തക്കതായൊരു തുണയാളിയും കൊടുത്ത് അവരെ കുടുംബമായി ഏദനിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഇവർ സന്തോഷത്തോടുകൂടെ എങ്ങനെയാണ് കർത്താവ് സൃഷ്ടിച്ചത്? നേരത്തെ കേട്ടു. കർത്താവിൻ്റെ രൂപത്തിൽ, കർത്താവിൻ്റെ ഭാവത്തിൽ, കർത്താവിൻ്റെ തേജസ്സിനാൽ മൂടി, പിന്നെ കർത്താവിൻ്റെ ജീവനാൽ നിറച്ച് കർത്താവ് അവരെ നടത്തി. അപ്പോൾ പാപമില്ലാത്തൊരു കാലഘട്ടം അന്നുണ്ടായിരുന്നു. ആ തേജസ്സിനാൽ ചുറ്റപ്പെട്ട കാലഘട്ടം. യേശുപ്പച്ചൻ എല്ലാ ദിവസവും ഇറങ്ങി വരും. യേശുപ്പച്ചൻ ഇവരും കൂടെ ആരാധിക്കും, പ്രാർത്ഥിക്കും, സംഭാഷിക്കും, സംസാരിക്കും. ഭയങ്കര ഒരു ആനന്ദം. അങ്ങനെ ആനന്ദിച്ച് സന്തോഷിച്ചും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യം ആയപ്പോൾ ഈ ലോകത്തിൽ നിന്ന് തള്ളി മാറ്റിയ ശത്രുമണ്ഡലം പതുക്കെ വന്ന് ഹൗവായെ കളിപ്പിക്കുകയും അവളിലൂടെ ഫലം തിന്നുവാൻ ഇടയായി തീർന്നു. രണ്ടുപേരും ഏദനിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പുറന്തള്ളപ്പെടുകയും ഉണ്ടായി. എന്നാൽ അതിനുശേഷം ഏദൻ തോട്ടം കഴിഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോൾ ആദം പാപം നിമിത്തം മരിച്ചെങ്കിൽ നമ്മെ ജീവിപ്പിക്കുവാൻ ജീവനുള്ള ആത്മാവായി ക്രിസ്തുയേശു ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇങ്ങോട്ട് ഓരോ വചനങ്ങളും നോക്കി അങ്ങോട്ട് ഉൽപ്പത്തി മുതൽ അങ്ങോട്ട് പോകുമ്പോൾ സ്തോത്രം, പഴയ നിയമത്തിൽ അതത് കാലഘട്ടത്തിൽ കൊടുത്ത നിയമങ്ങളെല്ലാം ദൈവം കൊടുത്ത് അന്ന് ചോരത്തളിപ്പും പെസകയും ആചരിച്ച് യേശുക്രിസ്തുവിൻ്റെ നിഴലായി ജനം ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പോകുമ്പോൾ സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി ഉള്ള സമയം തികഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, കന്യകയായ അന്ന് യഹൂദ മതത്തിൽ പെൺകുട്ടികൾ 14-15 വയസ്സാകുമ്പോൾ വിവാഹ നിശ്ചയം നടക്കും. പെൺകുട്ടികൾ എത്ര വയസ്സ്? 14, ഒരു 9-10 ഒക്കെ പഠിക്കുമ്പോൾ വിവാഹ നിശ്ചയം, അപ്പോഴേ കല്യാണമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ മറിയയ്ക്ക് ഏതാണ്ട് 14-15 വയസ്സിന് താഴെ ഉള്ളൂ. അവൾ മുറിക്കകത്തായിരിക്കും. അപ്പോൾ അകത്തിരിക്കുമ്പോൾ അവളുടെ അടുക്കൽ ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞു, മക്കളെ, ഒരു നിഴലിനെ നിന്റെ അകത്ത് പൊരുളാക്കി പുറത്തെടുക്കാൻ ദൈവത്തിന് നിന്നോട് പ്രസാദം തോന്നി. ഹല്ലേലൂയ. അവൾ ഇതെന്തോന്ന് സ്വരം, എങ്ങനെ സംഭവിക്കും? കല്യാണം നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ, എങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ നടക്കും എന്നിവള് ഈ മകൾ, ഈ 10-14-15 വയസ്സുള്ള മകൾ കാത്തിരിക്കുകയാണ്, ചിന്തിക്കുകയാണ്. ദൂതൻ പറയേണ്ടതെല്ലാം പറഞ്ഞു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം വന്ന് തുടങ്ങി. അവളോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? എങ്ങനെ കുഞ്ഞുണ്ടാകും? ഞാൻ പുരുഷനാക്കിയാൽ. ഇപ്പോൾ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജയെക്കുറിച്ചുള്ള ആലോചന ദൂതും മറിയയ്ക്ക് കൊടുത്തു. മറിയ ആ ദൂതിനെ ചേർത്ത് പിടിച്ചിട്ട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ദൈവ ഇഷ്ട എന്നിൽ നിറവേറട്ടെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ആമേൻ, ആമേൻ, ആമേൻ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ഹല്ലേലൂയ. അങ്ങനെ
യേശു ക്രിസ്തുവിനെ സ്തോത്രം ഗർഭം ധരിക്കുകയും അതിൻ്റെ നടുവിൽ യോസഫ് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടു. സ്തോത്രം. ഈ വിഷയം അറിഞ്ഞ് യോസഫ് ആകപ്പാടെ നാട് വിടാൻ കാത്തിരിക്കുമ്പോൾ ദൂതൻ നാട് വിടുന്നതിൻ്റെ തലേ രാത്രിയിൽ അവിടെ ഇറങ്ങി പറഞ്ഞു, യോസഫേ, നീ ഇവളെ ചേർക്കാൻ മടിക്കണ്ട, ഇവളിൽ ഉണ്ടായിരിക്കുന്ന കുഞ്ഞുണ്ടല്ലോ പരിശുദ്ധാത്മാവിനാ. ഓഹോ, ആമേൻ, ഹല്ലേലൂയ. അവളിൽ ഉണ്ടായിരിക്കുന്ന കുഞ്ഞുണ്ടല്ലോ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാ, നീ അവളെ ചേർപ്പാൻ ശങ്കിക്കണ്ട. ഓ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സ്തോത്രം യോസഫ് മറിയയും ചേർത്തു. അവളെ വിട്ട് ഓടിപ്പോകാതെ ദൈവത്തിന് സ്തോത്രം അവളെ ചേർത്തു. സ്തോത്രം. ദിവസം പൂർത്തിയായി തക്ക സമയമാകുമ്പോൾ യേശു ക്രിസ്തു ജനിക്കുകയാണ്. അപ്പോഴൊക്കെ ആരെ കൊണ്ട് യോസഫ് കൂടെ ഉണ്ട്. അവിടെ നിന്ന് സ്തോത്രം ജനിച്ച് ഏതെങ്കിലും വീടുണ്ടോ ഹോസ്പിറ്റലുണ്ടോ ഒന്നുമില്ല. വഴി അമ്പലത്തിൽ സ്ഥലം പോലായാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അമ്മയെ കിടത്തുന്ന യേശുവിനെ കിടത്തിയ സ്ഥലമാണ് പശുത്തൊട്ടി. എവിടെയാണ് ജനിച്ചതെന്ന് നമുക്കറിയത്തില്ല. വഴി അമ്പലത്തിലാണെന്ന് വേദപുസ്തകം, വഴി അമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ എന്നത്ര യഥാർത്ഥത്തിൽ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, സ്ഥലമില്ലാത്തത് കൊണ്ട് യേശുവിനെ എവിടെ കൊണ്ട് കിടത്തി? പശുത്തൊട്ടിയിൽ കൊണ്ട് കിടത്തി. ഈ യേശു ക്രിസ്തു വളർന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ ജനനം ഒരത്ഭുതം, യേശുവിൻ്റെ സ്തോത്രം ജീവിതം ഒരത്ഭുതം. യേശു അത്ഭുത ശിശുവായിരുന്നു. യേശുവിൻ്റെ വളർച്ച ഒരത്ഭുതം. ആ അത്ഭുത ശിശുവിൻ്റെ അത്ഭുതവാനാകുന്ന കർത്താവിൻ്റെ കൃപയാണ് ഞാനും നിങ്ങൾ ഇതിനകത്തിരിക്കുന്നത്. ആ കർത്താവ് യേശുവിൻ്റെ ദയയാണ്, ആ യേശുവിൻ്റെ കരുണയാണ് നമ്മൾ ഈ ആലയത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ഇടയായിത്തീർന്നത്, ആരാധിക്കാൻ ഇടയായിത്തീർന്നത്. ഇന്ന് ആ കർത്തൃമേശയിൽ സ്വീകരിച്ച് ആനന്ദിക്കാൻ ഇടയായിത്തീർന്നത് അപ്പച്ചൻ്റെ കൃപയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ക്രിസ്തു അമ്മയുടെയും പപ്പയുടെയും കൈക്കീഴിൽ ഇരുന്ന് വളർന്ന് കർത്താവിനെ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് ആലയത്തിൽ പോയി കർത്താവിനെ മഹത്വപ്പെടുത്തി 30 വയസ്സ് വരെ ജീവിക്കുമ്പോൾ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ യോർദാൻ നദിയിലേക്ക് യോഹന്നാൻ സ്നാപകന്റെ കയ്യിൽ കീഴിലേക്ക് ആര് പോകുന്നു? സ്തോത്രം, യേശു ക്രിസ്തു പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ വേദപുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തു അതാ സ്തോത്രം ഈ സ്നാനപ്പെടുവാൻ വേണ്ടി യേശു ക്രിസ്തു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടാൻ വേണ്ടി പോവുകയാണ്. സ്നാനപ്പെടുമ്പോൾ സ്വർഗം തുറക്കുന്നു. 4-ാം അധ്യായത്തിന് 3-ാം അധ്യായം സ്വർഗം തുറക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ യേശുവിൻ്റെ മേൽ ഇറങ്ങുന്നു. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദവും ഉണ്ടായി. സ്വർഗം പ്രസാദിച്ചൊരു ആരാധന, സ്വർഗം പ്രസാദിച്ചൊരു ശുശ്രൂഷ, സ്വർഗം സൈൻ ചെയ്തൊരു ശുശ്രൂഷ. പുത്രൻ്റെ ജീവിതം സ്വർഗം സൈൻ ചെയ്തതായിരുന്നു. ഇന്ന് പകൽക്കാലം അതേ ആ കൃപയിലേക്കാണ് ദൈവം നമ്മളെയും വിളിച്ചിരിക്കുന്നത്. അതേ ദൈവശക്തിയിലേക്കാണ് ഈ പകൽക്കാലം കടന്നു വന്ന പൈതലെ നിങ്ങളെയും എന്നെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ മേൽ കൃപാവരങ്ങളാൽ ദൈവം നിറച്ചു. ആ സ്നാനക്കുളത്തിൽ നിന്ന് കര കയറുമ്പോൾ തന്നെ കർത്താവ് ആത്മാവിൽ നിറഞ്ഞു, പരിശുദ്ധാത്മാവും നിറഞ്ഞു. നിറഞ്ഞ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. എവിടെ നടത്തി? മരുഭൂമിയിലേക്ക് നടത്തി. എവിടെ നടത്തി? മരുഭൂമിയിലേക്ക് നടത്തി. മരുഭൂമിയിൽ പോയി ആത്മാവ് മരുഭൂമിയിൽ നടത്തിയെങ്കിലും 40 രാവും പകലും സ്തോത്രം എൻ്റെ കർത്താവ് ഒന്നും ഭക്ഷിച്ചില്ല. ആ മലയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ പിതാവിൻ്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. എത്ര ദിവസം? 40 രാവും 40 പകലും സ്തോത്രം. ആ വനത്തിൽ, ആ മലയിൽ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുകയായിരുന്നു. 40 ദിവസം തികയുമ്പോൾ ശത്രു അടുത്തു വരുന്നു. ആരടുത്ത് വന്നു? ശത്രു അടുത്ത് വരുന്നു. ഉപവാസ പ്രാർത്ഥന ആരാധന എല്ലാം കഴിഞ്ഞല്ലേ ഇരിക്കുന്നത്. ശത്രു ചിലപ്പോൾ അടുത്ത് വരും. അവനെ പരാജയപ്പെടുത്താനുള്ള ശക്തിയുമായിട്ട് വേണം ഇവിടെ നിറങ്ങാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ബന്ധനങ്ങൾ ഉടഞ്ഞു മാറിയവരുണ്ട്, വലിയ വിടുതൽ നടന്നവരുണ്ട്. പക്ഷെ പോയതൊന്നും തിരിച്ച് കടക്കാതിരിക്കാൻ ഒരു ബലം പ്രാപിച്ചുകൊണ്ട് വേണം, ഒരു ശക്തി പ്രാപിച്ചുകൊണ്ട് വേണം, ഒരു അധികാരം പ്രാപിച്ചുകൊണ്ട് വേണം ആലയം വിട്ടു പോകാൻ. അടുത്ത മാസവും ആരാധന പ്രാർത്ഥന സമയമാകുമ്പോൾ, കർത്തൃമേശ സമയമാകുമ്പോൾ വീണ്ടും ഒന്നേന്ന് ചെയ്യുന്നവരായിട്ടല്ല, അടുത്തൊരു കൃപ കൂടെ പ്രാപിക്കത്തക്ക നിലവാരത്തിൽ വേണം വന്നിരിക്കാൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, 40 ദിവസമാകുമ്പോൾ പരാജയപ്പെട്ട ആളിൻ്റെ മക്കളല്ല നമ്മൾ. പറഞ്ഞേ, ആ ജയം എനിക്ക് അവകാശം. നേരത്തെ കേട്ടു, പരാജയപ്പെട്ട ആളിൻ്റെ മക്കളല്ല നമ്മൾ. പിന്നെ ജയിച്ചവൻ്റെ പറഞ്ഞേ, ജയിച്ചവൻ്റെ മക്കളത്രേ നമ്മൾ. പരാജയപ്പെട്ടവൻ്റെ മക്കളല്ല. പിന്നെ ആരുടെ മക്കൾ? ജയിച്ച യേശു ക്രിസ്തുവിൻ്റെ മക്കളായി ജയാളികളായ മക്കൾ. ആരൊക്കെ പറയും? ജയാളികളായ മക്കൾ. ഹല്ലേലൂയ. പറഞ്ഞു, ജയാളികളായ മക്കൾ. ക്രിസ്തുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജയാളി അത്രേ.
പറഞ്ഞേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജയാളി അത്രേ. ഹല്ലേലൂയ. അതേ യേശു കർത്താവ് ശത്രുവിനെ പരാജയപ്പെടുത്തി. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിനകത്തേക്ക് പോകുമ്പോൾ 12-ാം വാക്യത്തിൽ 13-ാം വാക്യത്തിൽ അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. എത്ര കാലത്തേക്ക്? കുറെ കാലത്തേക്ക് യേശുവിനെ വിട്ടുമാറി. യേശു ക്രിസ്തു 40 ദിവസം ഉപവസിച്ച് കഴിയുമ്പോൾ പിതാവാകുന്ന ദൈവം തൻ്റെ മേൽ 40 ദിവസം മുമ്പ് പകർന്ന അഭിഷേകത്തെ കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം വായിക്കാൻ സ്വർഗത്തിലെ ദൈവം പള്ളിക്കകത്തേക്ക് പോവുകയാണ്. തൻ്റെ പള്ളിയാകുന്ന നസ്രത്തിലെ പള്ളിക്കകത്തേക്ക് യേശു ക്രിസ്തു ചെന്നു. എവിടെ ചെന്നേ? നസ്രത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പള്ളിയിലേക്ക് ചെല്ലുകയാണ്. എന്തിനാ പോയേ? എത്ര ദിവസമായി? 40 ദിവസം ഉപവസിച്ചു. 40 ദിവസത്തിന് മുൻപ് യേശു ക്രിസ്തു യോർദാൻ നദിയിൽ സ്നാനമേറ്റ് കരകയറുമ്പോൾ സ്വർഗം തുറന്ന് തൻ്റെ മേൽ പകർന്നിരുന്ന അഭിഷേകത്തെ കുറിച്ച് പറയാൻ ആമേൻ. അതുവരെ ഞാൻ പ്രസംഗിച്ച് പറഞ്ഞു, ദാവീദിന് തൈലക്കൊമ്പിൽ 1.5 ലിറ്റർ വെള്ളം കൊള്ളുന്ന, അല്ലെങ്കിൽ 1.5 ലിറ്റർ തൈലം കൊള്ളുന്ന തൈലക്കൊമ്പിൽ തൈലം നിറച്ച് തല മുതൽ പാദം വരെ ആമേൻ അഭിഷേകം ചെയ്തു. എന്നാൽ ക്രിസ്തുവിൻ്റെ മേൽ സകല നദികൾ ഒഴുകത്തക്ക നിലവാരത്തിൽ സ്വർഗം സാക്ഷി നിർത്തി, സ്വർഗം തുറന്ന് യോർദാൻ നദി സ്നാനമെടുത്ത് കരകയറുമ്പോൾ സകല കൃപാവരത്തിൻ്റെ ഉടമസ്ഥനായി യേശു ക്രിസ്തു പുറത്തു വരികയാണ്. ആ യേശു ക്രിസ്തു ജനിക്കും മുമ്പ് പ്രവാചകന്മാർ യെശയ്യാവ് 61 പ്രവചിച്ച അതേ പ്രവചനം യേശുവിൽ എന്താണ് ആത്മാവ് ഇറങ്ങിയെന്ന് പറയാൻ യേശു ക്രിസ്തു നസ്രത്തിൽ പോവുകയാണ്. യേശു ആരാധിച്ച തൻ്റെ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ അന്ന് യഹൂദന്മാരുടെ ആരാധനാലയത്തിൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം 5 പുസ്തകം, അതത്രേ ന്യായപ്രമാണ പുസ്തകം. ആ ന്യായപ്രമാണത്തിലെ പുസ്തകത്തിലെ വചനങ്ങൾ മാത്രമേ അന്ന് വായിക്കാറുള്ളൂ, അല്ലാതെ വേറെ ഒരു പുസ്തകവും വായിക്കാറില്ല. ഈ 5 പുസ്തകമാണ് വായിക്കാറുള്ളത്. ആ 5 പുസ്തകങ്ങളും, അല്ലെങ്കിൽ ഓരോ പുസ്തകങ്ങളും തോൾ ചുരുളിലാണ് വെച്ചിരിക്കുന്നത്. 2 രീതിയിലുള്ള വെയിറ്റാണ് തോൾ ചുരുളിനുള്ളത്. ഒന്ന്, ഒരു തോൾ ചുരുൾ, ഒരു ഐറ്റം കുറച്ച് വചനമുള്ളതിന് 15 കിലോയുള്ള തോൾ ചുരുളും, ഒരു ഐറ്റം 25 കിലോഗ്രാമുള്ള തോൾ ചുരുൾ. ഇതുപോലത്തെ വേദപുസ്തകമല്ല. അപ്പോൾ തോൾ ചുരുളിൽ എഴുതുകയത്രേ ചെയ്യുന്നത്. അങ്ങനെ തോൾ ചുരുളിൽ ശിമയോൻ പകർത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് യെശയ്യാപ്രന്റെ പുസ്തകത്തിലേക്ക് വന്നു. എവിടെ വന്നു? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ പേന തറയിൽ വെച്ചു. കന്യക എങ്ങനെ മകനെ പ്രസവിക്കും? ഇന്ന് വരെ നടക്കാത്ത സംഭവം. കല്യാണം കഴിയാത്തൊരു പെൺകുട്ടി എങ്ങനെ പ്രസവിക്കും? ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. കല്യാണം കഴിയാത്ത പെൺകുട്ടി എങ്ങനെ പ്രസവിക്കുമെന്ന് പറഞ്ഞ് തോൾ ചുരുളിൽ പകർത്തിക്കൊണ്ടിരുന്ന ശിമയോൻ തൻ്റെ കയ്യിലിരുന്ന തോൾ ചുരുൾ താഴെ വെച്ചു. അത് മടക്കി വെച്ചു. ഇല്ല, ഇത് അസാധ്യം. ദൂതൻ ഇറങ്ങി പറഞ്ഞു, നീ ഇനി എഴുതണ്ട. ഈ ശിശു ഉണ്ടല്ലോ, ജനിക്കുമ്പോൾ ആ ശിശു നിന്റെ കയ്യിലെടുത്ത് നീ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്റെ മരണം കാണുകയില്ല. ഞാൻ പ്രസംഗിച്ച് ഓർമ്മയുണ്ടോ? പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതേ തോൾ ചുരുൾ 15 കിലോ അല്ലെങ്കിൽ 25 കിലോ 2 വെയിറ്റിലുള്ള തോൾ ചുരുളാണ് അന്ന് യഹൂദന്മാർ ബൈബിളിലുള്ള പകർപ്പായിട്ട് എഴുതി വെച്ചിരുന്നത്. അപ്പോൾ വലിയൊരു ടേബിളുണ്ട്, അല്ലെങ്കിൽ വലിയൊരു പ്രസംഗ പീഠമുണ്ട്. ഇതിൽ ശബത്താണ് അവരുടെ ആരാധന ദിവസം. ശബത്ത് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ്. ആരാധനാലയത്തിൽ വെള്ളിയാഴ്ച വരും. വെള്ളിയാഴ്ച വന്ന് തോൾ ചുരുൾ 2 എടുക്കും. 2 തോൾ ചുരുളും 2 വാക്യം വായിക്കാൻ പഴയ നിയമത്തിലെ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകമുള്ള തോൾ ചുരുളേ അവിടെ എടുക്കുകയുള്ളൂ. അതേ വായിക്കൂ. എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച വന്ന് തോൾ ചുരുൾ നിവർത്തി വെച്ചെന്ന് ചോദിച്ചാൽ, ശനിയാഴ്ച ഈ തോൾ ചുരുൾ ചുമക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, വെയിറ്റ് എടുക്കാൻ പാടില്ല, സ്വിച്ച് ബോർഡിൽ ഒരു സ്വിച്ച് ഇടാൻ പാടില്ല, ഫാൻ ഇടാനോ ലൈറ്റ് ഇടാനോ പാടില്ല, ലിഫ്റ്റിൽ കയറുമ്പോൾ പോലും 1-ൽ ഞെക്കാൻ പാടില്ല, 2-ൽ ഞെക്കാൻ. അർത്ഥത്തിൽ എത്ര നിലയിൽ ഇറങ്ങണം നമ്മൾ ഞെക്കണ്ടേ, അതിൽ പ്രസ് ചെയ്യണ്ടേ. പക്ഷെ അതൊന്നും പറ്റത്തില്ല. യഹൂദന്മാർ ജോലി ചെയ്യാൻ, നിങ്ങൾക്കറിയാം കൽപ്പന എന്താണെന്നറിയാം. അന്ന് നിന്റെ ആടോ മാടോ നീയോ നിന്റെ കുടുംബമോ നിന്റെ വീട്ടുകാരോ നിന്റെ വേലക്കാരോ ആരും ഒന്നും ചെയ്യരുത് എന്നുള്ള നിയമം കിടക്കുകയാണ്. അങ്ങനെ യഹൂദന്മാർ തലേ ദിവസമേ വന്ന് ശനിയാഴ്ചക്ക് ആരാധനയ്ക്ക്, അല്ലെങ്കിൽ ശബത്ത് ആരാധനയ്ക്ക് അതിൻ്റെ തലേ ദിവസം വന്ന് തോൾ ചുരുൾ 2 നിവർത്തി അങ്ങ് വെക്കും. 25 കിലോയോ 15 കിലോയുള്ള തോൾ
ചുരുളായിരിക്കും നിവർത്തി വയ്ക്കുക. വായിക്കേണ്ട ഭാഗം നോട്ട് ചെയ്ത് വെച്ചിട്ട് അവർ പോകും. ദൈവത്തിന് സ്വന്തം. കാരണം പിറ്റേന്ന് വന്ന് ഒന്നും എടുക്കാൻ പാടില്ല, വെയിറ്റ് എടുക്കാൻ പാടില്ല, ആരാധനയ്ക്ക് വരാം, ആരാധിക്കാൻ പോകാം, വേറെ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. ഒരാൾ വീണാൽ, സ്വന്തം കുഞ്ഞ് അപകടത്തിൽ വീണാൽ തൂക്കിയെടുക്കാൻ പാടില്ല. സ്വത്രം. യഹൂദന്മാർക്ക് അങ്ങനെയാണ്. അങ്ങനത്തെ ഇന്നും അങ്ങനെയുള്ളവരുണ്ട്. ഇന്നും യഹൂദന്മാർ, അനേക യഹൂദന്മാർ അങ്ങനെയാണ്. ലിഫ്റ്റിൽ കയറിയാൽ കയറുന്ന യഹൂദൻ അല്ലെങ്കിൽ അയാളോട് പറയും എനിക്ക് 3-ലാണ് ഇറങ്ങേണ്ടത്, ആ 3-ൽ ഞെക്കാൻ പറയും. സ്വത്രം. അങ്ങനെയാണ് അവർ ഇറങ്ങുന്നത്. സ്വത്രം. ചൂട് വരുന്നെങ്കിൽ AC ഓൺ ചെയ്യണമെങ്കിൽ, ഫാൻ ഓൺ ചെയ്യണമെങ്കിൽ യഹൂദന്മാർ നോക്കും. യഹൂദനല്ലാത്ത ആരും ഉണ്ടെന്ന് നോക്കും. അവരോട് പറയും സ്വിച്ച് ഇടാൻ. കാരണം അത്രയ്ക്ക് അത് അതല്ലേ പറഞ്ഞേ, പുറം കൊണ്ട് അധരം കൊണ്ടോ അവരെന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ടോ. കണ്ടോ, അധരം കൊണ്ടെന്ന് പറഞ്ഞാൽ ബഹുമാനിക്കും, കൽപ്പന അതുപോലെ അനുസരിക്കും. ഇതുപോലെ ഒരാളായിരുന്നു ആര്? ശൗല്. പൗലോസ് അപ്പോസ്തലൻ ഇതേപോലെ അനുസരിച്ചുകൊണ്ടാണ് എവിടെ പോയേ? കർത്താവിൻ്റെ അടുത്ത് പോയേ. നിന്റെ 712 കൽപ്പനയും കക്ഷത്ത് വെച്ചുകൊണ്ട് പോയി. കർത്താവിൻ്റെ അടുത്ത് വല്ലതും പോയോ? ഇല്ല. കർത്താവ് പറഞ്ഞു ഒന്ന് മരിച്ചു തന്നാലേ രക്ഷയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കൽപ്പന നടത്താൻ വേണ്ടി, പഴയ നിയമ പ്രമാണം ഇന്ന് യഹൂദന്മാർ നടത്താൻ വേണ്ടി അവരെ ഒരു ഫാൻ പോലും ശബത്ത് ദിവസത്തിന് ഇടാനില്ല. അങ്ങനെ 2 തോൽച്ചുരുളും ഇങ്ങനെ നിവർന്നിരിക്കുമ്പോൾ യേശു ക്രിസ്തു ആ പള്ളിയിൽ കയറി ചെന്നു. ജീസസ് എന്തിനാ കയറി ചെന്നേ? കഴിഞ്ഞ 40 ദിവസം മുമ്പ് തൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ കുറിച്ച് താൻ ആരാധിച്ച പള്ളിക്കകത്ത് പറയാൻ യേശു ക്രിസ്തു ആലയത്തിനകത്ത് കയറി ചെന്നു. ആലയത്തിനകത്ത് യേശു കയറി ചെല്ലുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം, യേശു കയറി, അതിലെഴുതിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം, അവൻ വളർന്ന നസ്രത്തിൽ വന്നു. സ്തോത്രം. ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളി ചെന്നു. വായ്പാൻ എഴുന്നേറ്റ് നിന്നു. സ്തോത്രം. നോക്കിക്കേ, അവിടെ നിന്നു. ആ ഭാഗം അവിടെ കൊടുത്തിട്ടില്ല. അന്ന് യെശയ്യാപ്രവചനന്റെ പുസ്തകം എടുക്കത്തില്ല, മറ്റു ഒരു പുസ്തകം എടുക്കത്തില്ല. സ്തോത്രം. നോക്കിക്കേ, അതിന് തലേ ദിവസം, ശബത്തിന് തലേ ദിവസം പുസ്തകം തുറന്നു വയ്ക്കും. ഏത് പുസ്തകം? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന 5 ന്യായപ്രമാണ പുസ്തകം മാത്രം തോൽച്ചുരുൾ നിവർത്തി വയ്ക്കും. എന്നാൽ യേശുവിന് ഇതിൻ്റെ ആവശ്യമില്ല. യേശുവിന് പറയേണ്ടത് യെശയ്യാവിലുള്ളതാണ്. എന്നാൽ ഈ യഹൂദന്മാർ യെശയ്യാവ് എടുക്കുകയുമില്ല. എന്നാൽ വചനത്തിൻ്റെ പ്രമാണിയായ, വചനമായ, എല്ലാമായ, വചനത്തിൻ്റെ ഓണറായ, സർവശക്തനാകുന്ന, യഹൂദ ഗോത്രത്തിലെ സിംഹമാകുന്ന ഞാൻ തന്നെ വഴി, സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശു ക്രിസ്തു ആ കൃപയോടെ കയറി ചെന്നിട്ട് പറഞ്ഞു, യെശയ്യാവിൻ്റെ പുസ്തകം കൊണ്ടുവാ. എടുക്കാൻ പറ്റത്തില്ല, എടുത്താൽ തീർന്നു. സ്തോത്രം. എന്നാൽ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വയ്ക്കാൻ ഒരു ഡ്യൂട്ടി ഒരാളിന് കൊടുത്തിട്ടുണ്ട്. അയാൾ മറ്റൊരു യഹൂദനെ നോക്കിയില്ല. ആലയത്തിലെ ജനമെല്ലാം വിസ്മയം പൂണ്ട് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഓ, ഇതെന്തോന്ന് വാക്ക്! ഇന്ന് വരെ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ലല്ലോ, ഇന്ന് വരെ ഇതുപോലെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അയ്യോ, ഇതെന്തോന്ന് ശബ്ദം! ഈ ജനക്കൂട്ടത്തിൻ്റെ മുഴുവൻ കണ്ണുകൾ യേശുവിൽ പകർന്നു. പുസ്തകം എടുക്കുന്നവൻ ചാടി എഴുന്നേറ്റു. ഞാൻ പറയട്ടെ, ഒരു വാക്കിൻ്റെ മുമ്പിൽ സകലതും അതുപോലെ അനുസരിക്കും. കാരണം സകലത്തിൻ്റെ ഉടമയാണ് അധികാരത്തോടെ കൽപ്പിക്കുന്നത്. സകല യഹൂദന്മാർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ചട്ടങ്ങളും കൽപ്പനകളുമാകുന്ന ന്യായപ്രമാണത്തിൻ്റെ നടിച്ചുമർ ഇടിച്ചുകൊണ്ട് നസ്രനാകുന്ന യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു, യെശയ്യാവിൻ്റെ പുസ്തകം കൊണ്ടുവാ. യെശയ്യാപ്രവചനന്റെ പുസ്തകം തോൽച്ചുരുളിൽ 25 കിലോ വെയിറ്റുള്ള തോൽച്ചുരുളാണ് യെശയ്യാവ് എഴുതിയിരിക്കുന്നത്. പക്ഷേ യഹൂദന്മാർ എല്ലാവരും നോക്കുകയാണ്, എടുക്കാൻ പാടില്ല പുസ്തകം, വെയിറ്റ് എടുത്തുകൂടാ. സ്തോത്രം. പറഞ്ഞ ഉടനെ ആരെയും തിരിഞ്ഞില്ല. ഈ മനുഷ്യൻ ഓടിച്ചെന്ന്, കണ്ടോ, വാക്കനുസരിച്ചുണ്ടോ, ഓടിച്ചെന്ന് യെശയ്യാവിൻ്റെ പുസ്തകം എടുത്ത് കൊണ്ടുവന്ന് യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു. യെശയ്യാവിൻ്റെ പുസ്തകം മറ്റ് 2 പുസ്തകത്തിൻ്റെ പുറത്തങ്ങ് വെച്ചിട്ട് യെശയ്യാവിൻ്റെ പുസ്തകം 61-ാം അധ്യായം എടുത്തു. ഇപ്രകാരം വായിച്ചു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്നെ തൊട്ടെന്നല്ല, എന്നെ തടവിയെന്നല്ല, എൻ്റെ മേലൊരു ശക്തി ഉണ്ട്. ഇന്ന് ഇതിനകത്ത് അതേ ശക്തി വിശ്വസിക്കുന്ന നിന്റെ മേലും ഷാബാരാദര സകമാന റൂഡിമാന റീബാലദര റപ്പോലോദര സെകമാന റൂഡാലദര സകുരുദുര സിയാലദര റീപോലോദര സെകമാന റാതോരോദര സെകമാന. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് യേശുവിനെ അഭിഷേകം ചെയ്തു. അതേ അഭിഷേകം ഇന്ന് ഈ ആലയത്തിൽ വിശ്വസിക്കുന്ന നിന്റെ മേൽ. ഹല്ലേലൂയ. യേശു ക്രിസ്തു അടുത്ത വാക്യം വായിച്ചു, അവൻ്റെ ആത്മാവ് എന്നെ തൊട്ട് തടവിയെന്നല്ല, എൻ്റെ മേലുണ്ട്.
ജീസസ് ജീസസ്. ഇന്ന് പകൽക്കാലം എത്ര പേര് പറയും അതേ ആത്മാവ് എന്റെ മേലുണ്ട്? പറ. ചങ്കത്ത് കൈവച്ച് പറ, ഇതേ ആത്മാവ് യേശുവിന്റെ മേൽ വന്ന അതേ പരിശുദ്ധ ആത്മാവ്. ജീസസ് 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 ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കരുത്, അടുത്തിരിക്കുന്ന വ്യക്തിയെ നീ നോക്കരുത്. ബാക്കിലിരിക്കുന്ന ആളിനെ നീ നോക്കല്ലേ, ഫ്രണ്ടിലിരിക്കുന്ന ആളിനെ നീ നോക്കല്ലേ, മറ്റാരെയും നീ നോക്കല്ലേ. യേശുവിനെ നോക്ക്, നീ യേശുവിനെ നോക്ക്. നീ അടുത്തിരിക്കുന്ന ആളിനെ നോക്കിയാൽ ഒന്നും പ്രവചിക്കത്തില്ല. യേശുവിനെ നോക്കിയാൽ നീ വന്നതുപോലെയല്ല പോകുന്നത്. കൃപ നിറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത വരി നോക്കിക്കേ. ബദ്ധന്മാർക്ക് വിടുതലും. ഞാൻ വന്നതേ ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക്. ഏത് ബദ്ധൻ വന്നാലും ബന്ധിക്കപ്പെട്ട് തടവറ കിടക്കുന്ന സകല പാപികളെയും വിടുവിക്കാൻ എൻ്റെ മേൽ. ഇതിനകത്ത് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ബദ്ധന്മാരെ വിടുവിക്കാൻ ഒരു അധികാരം, ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം. ഇന്ന് ഞായറാഴ്ച ആലയത്തിനകത്ത് സ്വർഗം പകരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഇതിനകത്ത് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ ശക്തിയെ പ്രാപിക്കാൻ, ഈ ബലം പ്രാപിക്കാൻ, ഈ കൃപ പ്രാപിക്കാൻ, ഈ അധികാരം പ്രാപിക്കാൻ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ചേ, 18 അടുത്ത വാക്യം വായിച്ചേ. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ. ഏത് വിടുതൽ? ബദ്ധന്മാർക്കുള്ള വിടുതൽ. അടുത്ത വരി. നോക്കിക്കേ, കുരുടന്മാർക്ക് എന്തോന്ന് പ്രസംഗിക്കാൻ പോകുന്നു? പുറമേ ഉള്ള കുരുട് മാത്രമല്ല, പിന്നെയോ ക്രിസ്തുവിനെ കാണാൻ പറ്റാത്ത, ഏകസത്യ ദൈവത്തെ കാണാൻ പറ്റാത്ത കുരുടും കൂടെ തുറപ്പിക്കാൻ കഴിയുന്ന ഒരു അധികാരവും വാങ്ങി യേശു വന്നു. കണ്ടോ? ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ച. അടുത്ത വരി വായിച്ചേ. പ്രസംഗിപ്പാനും അധികാരമുള്ളവനാണ് പുസ്തകം വാങ്ങിയത്. പീഡിതന്മാരെ വിട്ടയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും. എന്തോന്ന്? കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും. എന്തിനാണോ? കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും. അടുത്ത വരി. എന്നെ അയച്ചിരിക്കുന്നു. എന്നെ ആരൊക്കെ പറയും എന്നെ ഇന്ന് അഭിഷേകത്തോട് അയക്കുന്നത്? ഇതെല്ലാം ചെയ്യാനാ. ആരൊക്കെ ഏറ്റെടുക്കുന്നുണ്ട് ഈ വചനം? ഇതെല്ലാം ചെയ്യാനാ കർത്താവാകുന്ന യേശു ക്രിസ്തു ഈ തോൽ ചുരുൾ ചിവർത്തി അതിൽ കിടന്ന ആ വചനം അങ്ങ് വായിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത് വായിച്ചേ. എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരൻ തിരികെ കൊടുത്തിട്ടിരുന്നു. പിന്നെ അവൻ, ഞാൻ ചോദിക്കട്ടെ സ്നേഹിതരെ, ആ പ്രസംഗപീഠത്തിന്റെ പുറത്ത് വെച്ചാൽ പോരായിരുന്നോ? എന്താ വയ്ക്കാത്തെ? എടാ, നീ ഇന്ന് വരെ ഈ പ്രവാചകന്റെ പുസ്തകം വായിച്ചിട്ടില്ല. നീ ഉൽപ്പത്തിയും പുറപ്പാട് ലേവിയ സംഖ്യ ആവർത്തനം നിനക്കുള്ളൂ വായിക്കാൻ. പക്ഷെ എൻ്റെ ഒരു തലമുറ എഴുന്നേറ്റ് വരും. അവൻ ഈ ചുരുളെടുക്കും, അവൻ ഈ ചുരുളെടുത്ത് വായിക്കും, അവൻ ഈ ചുരുളെടുത്ത് വായിച്ച് വിടുതൽ പ്രാപിക്കും. ഇതിനെ ചുരുട്ടി യേശു തിരിച്ചു കൊടുത്തു വിട്ടു. അധികാരമുള്ളവൻ പറഞ്ഞപ്പോൾ ശബത്തിനെ ലംഘിച്ചെന്ന് യഹൂദന്മാർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അധികാരമുള്ളവന്റെ വാക്കിൽ ശത്രുവിന് ഒന്നും നിൽക്കാൻ പറ്റിയില്ല, അവർക്കാർക്കും നിൽക്കാൻ പറ്റിയില്ല. അധികാരത്തോടെ യേശു പ്രസംഗിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടന്നു, അതിശയങ്ങൾ നടന്നു. യേശുവിൻ്റെ വാക്കിന് ശക്തി ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ആ പള്ളിക്കകത്ത് ജനം രണ്ടായി. പള്ളിക്കകത്ത് ജനം എത്രയായി? രണ്ടായി. ഒരു കൂട്ടം പേർ യേശുവിൻ്റെ ആത്മാവിൽ നിറഞ്ഞു മാറി. ഒരു കൂട്ടം പേർ പറഞ്ഞു യേശുവിൻ്റെ വാക്ക്, ലാവണ്യ വാക്ക്, ഇതുപോലൊരു ശബ്ദം കേട്ടിട്ടില്ല. യേശുവിൻ്റെ ആത്മാവിൽ നിറഞ്ഞു മാറി. മറ്റൊരു കൂട്ടം പേർ കോപം കൊണ്ട് അതിൻ്റെ സ്തോത്രം 4-ാം അധ്യായം, ലൂക്കോസ് 4-ാം അധ്യായം അതിൻ്റെ 24-ാം വായിച്ചേ, 23-ാം വാക്യം, 22-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. എന്ത് വിട്ടു? അവർക്ക് ആശ്ചര്യം തോന്നി. ഇതെന്തോന്ന് വാക്ക്? അടുത്ത വരി. ഇവൻ യോസേഫിന്റെ മകൻ അല്ലയോ എന്ന് പറഞ്ഞു. കണ്ടോ? ആ ഒരു കൂട്ടം പേർ ആരോട് ചേർന്നു? എൻ്റെ യേശുവിനോട് ചേർന്നു. ആരോട് ചേർന്നു? യേശു അപ്പനോട് ചേർന്നു. വീണ്ടും അതേ അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. 28 ഒരേ അധ്യായത്തിലെ കാര്യം എഴുതിയെടുത്തിട്ട് വായിച്ചേ. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. ഒരു കൂട്ടം പേർ കോപം വന്നു. മനസ്സിലായോ? ഒരു കൂട്ടം പേർക്ക് എന്ത് വന്നു?
ഒരു കൂട്ടം പേർക്ക് എന്ത് വന്നു? കോപം വന്നു. ഒരു കൂട്ടം പേർക്ക് എന്ത് വന്നു? കോപം വന്നു. ഒരു കൂട്ടം പേർ കർത്താവിനോട് ചേർന്ന് നിന്നു. അപ്പൻ്റെ ശബ്ദം കേട്ടപ്പോ ഒരു കൂട്ടം പേർ ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനോട് ചേർന്ന് നിന്നു. ഒരു കൂട്ടം പേർ കർത്താവിൽ നിന്ന് അകന്ന് മാറി. സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടെ. ഒരു കൂട്ടം പേർ ആത്മാവിൽ നിറഞ്ഞ് യേശുവിനോട് മാറുന്നപ്പോൾ മറുകൂട്ടം പേർ കർത്താവിനെ എതിർത്ത് പറയാൻ തുടങ്ങി. എതിർത്ത് പറഞ്ഞ വാക്കുകൾ വായിച്ചേ. അവനെ പട്ടണത്തിന് പുറത്താക്കി. അവനെ ആരെ? യേശുവിനെ പട്ടണത്തിന് പുറത്താക്കി. അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലക്കീഴെ തള്ളിയിടുവാൻ ഭാവിച്ചു. കണ്ടോ? ഒരു കൂട്ടം പേർ, ഒരു പള്ളിക്കകത്തുള്ള ആളാ, അതിൽ ഒരു കൂട്ടം പേർ. മനസ്സിലാകുന്നുണ്ടോ? അതല്ലേ പറഞ്ഞ വചനം കേൾക്കുമ്പോൾ ഒരു കൂട്ടം പേർ അതിനെന്ത് ചെയ്യും? തള്ളിക്കളഞ്ഞു. വന്നിരിക്കുന്നു ഭയങ്കര പുതിയ ആള് അങ്ങ് പറഞ്ഞ് വചനത്തെ തള്ളിക്കളയും. ഒരു കൂട്ടം പേർ അങ്ങനെയല്ല. ഈ ഉപദേശം മനുഷ്യൻ്റെതല്ല, ഈ ഉപദേശം ദൈവത്തിൻ്റെതത്രേ എന്ന് പറഞ്ഞ് ദൈവത്തോട് പറ്റി നടക്കും. ആ യേശുവിൻ്റെ പള്ളിക്കകത്തും ഇതുണ്ടായിരുന്നു. ആ പള്ളിക്കകത്ത് ഇതേ കാര്യം ഉണ്ടായിരുന്നു. രണ്ട് കൂട്ടരായി. ഒന്ന് യേശുവിനെ കൊല്ലാൻ പദ്ധതിയിട്ടവർ, ഒന്ന് യേശുവിൻ്റെ ലാവണ്യ വാക്കിൽ വിശ്വസിച്ച് അപ്പനോട് ചേർന്നവർ. ഒന്നുകൂടെ വായിച്ചേ. 22 വാക്യവും അടുത്ത 28 വാക്യം വായിച്ചേ. എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. അടുത്ത വരി. ഇവൻ യോസഫിന്റെ മകൻ അല്ലയോ എന്ന് പറഞ്ഞു. അടുത്ത വരി. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. എല്ലാവരും ഒരു കൂട്ടം പേർ ക്രിസ്തുവിന്റെ വചനത്തെ അംഗീകരിച്ച് ക്രിസ്തുവിന്റെ ലാവണ്യ വാക്കുകൾ കേട്ട്, എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതര മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രേമം എന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി. പ്രേമം എന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ ജീവിച്ചിടുന്ന. പ്രേമം എന്നിൽ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്ന. സുന്ദരന മനോഹര പ്രാകൃതരാജാരന്മാരെ വാരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതി വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി. ഈ സഭയ്ക്കകത്തുള്ള ഒരു കൂട്ടം പേർ എൻ്റെ അപ്പനോട് ചേർന്ന് നിന്നപ്പോൾ മറുകൂട്ടം പേർ യേശുവിനെ തള്ളിക്കളഞ്ഞ് യേശുവിനോട് കോപം ഉണ്ടായി. വായിച്ചടുത്ത വരി. ആരാ വന്ന് നിൽക്കുന്നത്? ഇതിനകത്ത് ആരാ വന്ന് നിൽക്കുന്നത്? സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. ഹല്ലേലൂയ. ഈ പള്ളിക്കകത്തുനിന്ന് വായിച്ചത് ആരാ? സകലത്തെ നിർമ്മിച്ച സൃഷ്ടാവ്. പക്ഷേ ഒരു കൂട്ടം പേർ ആ കർത്താവിൻ്റെ മുമ്പിൽ മാറി നിന്ന് അപ്പനെ സ്നേഹിച്ചപ്പോൾ മറുകൂട്ടം പേർ കർത്താവിനെ കൊന്നുകളയാൻ തീരുമാനിച്ചു. കണ്ടോ? കർത്താവിനെ തള്ളി പറഞ്ഞു. ഒരു കൂട്ടം പേർ കർത്താവിൻ്റെ ചങ്കോട് ചാടാൻ ആഗ്രഹിച്ചപ്പോൾ മറുകൂട്ടം പേർ യേശുവിനെ തള്ളിക്കളഞ്ഞ് കൊല്ലാൻ നിശ്ചയിച്ചു. എന്നെ കേൾക്കും ദൈവമേ, ഈ സഹോദരങ്ങളെ, ഈ ദൈവം ആരാണ്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ഇട്ടയുടെ മുമ്പിൽ
പറഞ്ഞ വാക്കുകളെല്ലാം അതുപോലെ സംഭവിച്ചു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം ഉണ്ടാകട്ടെ എത്രയോ ഇട്ടേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഓരോ ഇട്ടേക്കും അതിൻ്റെ അർത്ഥമുണ്ട്. ഓരോ വാക്കും പറഞ്ഞു കഴിയുമ്പോൾ അത് വന്നു കഴിഞ്ഞു. പറഞ്ഞ് തീരും മുമ്പേ ആകാശം വിരിക്കട്ടെ എന്ന് പറഞ്ഞു തീരും മുമ്പേ ആകാശം വന്നു. വെള്ളവും തമ്മിൽ മാറട്ടെ പറഞ്ഞ് തീരും മുമ്പേ പറഞ്ഞു തീർന്നപ്പോൾ അത് നിന്നു. ആ മനുഷ്യനാണ് എവിടെ നിൽക്കുന്നത്? പള്ളിക്കകത്ത് വന്ന് നിൽക്കുന്നത്. ആ ദൈവത്തെ അംഗീകരിക്കാൻ പറ്റാതെ ഒരിടത്തേക്ക് ജനം മാറി കൊല്ലാൻ വേണ്ടി ആലോചിച്ചു. മറുകൂട്ടർ ഈ ദൈവത്തെ കണ്ടു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മൾ ഏത് ദൈവത്തെയാണ് കണ്ടത്? സകലത്തെ നിർമ്മിച്ച, സകലത്തെ ഉണ്ടാക്കിയ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ആ സർവശക്തനാകുന്ന ദൈവം ഇന്ന് ഈ പള്ളിക്കകത്ത് വന്നിട്ടുണ്ട്. ആ കർത്താവിനെ നിങ്ങൾ എത്ര പേര് കണ്ടു സ്നേഹിതരെ? അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് യേശു പറഞ്ഞത് ഒന്നും നടക്കാതെ പോയില്ല. നിന്റെ ജീവിതത്തിനകത്ത് യേശു പറഞ്ഞത് നടക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഓഹോ, എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? ഞാൻ പറയുന്ന വചനം എത്ര പേർക്ക് മനസ്സിലാവണമെന്ന് എനിക്കറിയത്തില്ല, അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ സ്നേഹിതരെ, യേശു ക്രിസ്തു സർവശക്തനായിട്ട് നമ്മുടെ ആലയത്തിനകത്തുണ്ട്. എത്ര പേർക്ക് വേണം ഈ യേശുവിനെ? ആ യേശു ക്രിസ്തു സർവജ്ഞാനിയായിട്ട് ഉണ്ട്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൂര്യൻ അതുപോലെ വന്നു, നക്ഷത്രങ്ങൾ അതുപോലെ വന്നു, കടൽ നീങ്ങി, കര അതുപോലെ ആയി, സസ്യങ്ങൾ ഉളവായി. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് വരെ നടക്കാത്ത ചില വിഷയങ്ങൾ ഓർത്ത് നീ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പ്രവർത്തിച്ച ദൈവത്തിന് നിന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കാൻ കഴിയില്ലേ? ജീസസ്, ഹല്ലേലൂയ. ഇല്ല ഇല്ല, അസാധ്യമൊന്നുമില്ല. ഇല്ല ഇല്ല, അസാധ്യമൊന്നുമില്ല. യേശുവിനെ അസാധ്യമൊന്നുമില്ല. ആ ദൈവം ഒന്നൊന്നായിട്ട് എൻ്റെ ദൈവം സൃഷ്ടിക്കാൻ ഓരോ വാക്കും പറയുമ്പോൾ എൻ്റെ ദൈവം പറയുന്ന വാക്ക് അതുപോലെ സംഭവിച്ചു. ഇന്ന് ഇതിനകത്ത് വ്യത്യസ്തമായ വിഷയത്തോടെ, വ്യത്യസ്തമായ ഭാരത്തോടെ, വ്യത്യസ്തമായ കണ്ണുനീരോടെ, വ്യത്യസ്തമായ ഞാറക്കത്തോടെ, വ്യത്യസ്തമായ തീയുടെ അനുഭവത്തിൽ നീ ഇവിടെ വന്നിരിക്കാതിരിക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻ നീ എഴുതി വെച്ചു, ഒന്നിനും ആൻസർ ഇല്ലായിരിക്കാം. കർത്താവേ, ഇതെന്ത് എനിക്കിങ്ങനെ എന്ത്, എൻ്റെ കുടുംബത്തിനകത്ത് ഇങ്ങനെ എന്ത്? ഇന്ന് പകൽക്കാലം നീ നെഗറ്റീവ് വാക്കിനെ തകർത്തിട്ട് നീ പോസിറ്റീവായിട്ട് പറ, എൻ്റെ യേശു ഒരു വാക്ക് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് ആര് വന്നാലും അത് അടയ്ക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ധൈര്യത്തോടെ പറ, ഇതിനകത്ത് യേശുവിന് എന്തെങ്കിലും കഴിവില്ലാത്തതായിട്ട് നിന്നോ സ്നേഹിതരെ? ഇല്ല. അങ്ങനെങ്കിൽ നമുക്ക് എന്തൊക്കെ തരണമെന്ന് ദൈവത്തിനറിയാം. അതെല്ലാം അതത് സമയത്ത് തരുവാൻ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ദൈവം മതിയായവനാണ്. ഇല്ലാത്തതിനെയെല്ലാം വിളിച്ചു വരുത്തിയ ദൈവം, സകലത്തെ ഉണ്ടാക്കി പാർക്കാൻ ആദമിനും ഹൗവയ്ക്കും കൊടുത്ത ദൈവം, സകലത്തെ അടക്കി വാഴാൻ വിട്ടുകൊടുത്ത ദൈവം, ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉരുവാക്കിയ ദൈവം ഇന്ന് പകൽക്കാലം വ്യത്യസ്തമായ വിഷയത്തോടായിരിക്കാം വന്നിരിക്കുന്നത്. എന്നാൽ ഞാൻ പറയാം, ആ വ്യത്യസ്തമായ വിഷയങ്ങളെ, ഭാരപ്പെടേണ്ട മക്കളെ എന്ന് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ സ്വർഗത്തിൽ ദൈവം ഇന്ന് ആലയത്തിനകത്ത് ആലോചന കൈമാറുകയാണ്. എന്തോന്ന് ആലോചനയാണ്? മോനെ, നീ എന്തിനാണോ ഇന്ന് വളരെ പ്രശ്നത്തോടെ വേദനയോടെ വന്നിരിക്കുന്നത്? അതിൻ്റെ നടുവിൽ നിനക്ക് പറ്റത്തില്ലായിരിക്കാം, എന്നാൽ കഴിയുന്ന ഒരുവൻ ഈ പള്ളിക്കകത്ത് വന്നിട്ടുണ്ട്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് സർവവും ചെയ്ത ഒരു ദൈവത്തെ നിനക്ക് വിശ്വസിക്കാൻ, നിനക്ക് അംഗീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആ ദൈവം നിന്റെ ജീവിതത്തിനകത്ത്, കർത്താവ് ഇനി എങ്ങനെ നടക്കും, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നീ നെഗറ്റീവായി ചിന്തിക്കുന്ന ബന്ധനങ്ങളെ ഉടച്ചിട്ട് പറ, ഇല്ല, ഇതിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെങ്കിൽ ഈ ദൈവം എൻ്റെ അപ്പനാകയാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ശത്രുവിൻ്റെ പിടിയിൽ കിടക്കയാ. അതിനെ എല്ലാം പൊളിക്കാൻ ഈ ദൈവത്തിന് ഒരു വാക്ക് മതി, ഒരു സെക്കൻഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാക്ക് തന്ന കർത്താവ്, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറും, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. യേശു വാക്കുമാറുകില്ല, യേശു വാക്കുമാറുകില്ല, യേശു വാക്കുമാറുകില്ല. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഇല്ലാത്തതിനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു, ആമേ, ഇത് ഉണ്ടാകട്ടെ, ഇത് ഉണ്ടാകട്ടെ, ഇത് ഉണ്ടാകട്ടെ. ആ വചനം കേട്ടപ്പോൾ അതുപോലെ സകലതും ഉണ്ടായെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. നീ കഴിഞ്ഞ നാളുകളിൽ ചില വിഷയങ്ങൾ മാസങ്ങളോളമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് തൊടുവാൻ മതിയായവനാണ്. കർത്താവിന് തക്ക സമയമാകുമ്പോൾ ആ വിഷയത്തിന് മറുപടി ഉണ്ട്. പലരും പറയാറുണ്ട്, അയ്യോ സ്തോത്രം, നാവുകൊണ്ട് പറയാറുണ്ട്, ഒരു ചെറിയ ക്ഷീണം വന്ന തലവേദന വന്ന ആൾക്കാർ ഏറ്റവും അങ്ങട്ടത്തെ രോഗം പറയും. എനിക്കത് ഇന്നതിൻ്റെ അതിൻ്റെ ഒരു ലക്ഷണമുണ്ട്. അതുകൊണ്ട് ഇന്ന രോഗമാണോ, വേറെ ഒന്നുമില്ല, ഏറ്റവും അങ്ങറ്റത്തെ പിടിച്ചിട്ട് ഇന്ന രോഗമാണോ. എൻ്റെ അപ്പൻ ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ അതുണ്ടായി. എൻ്റെ നിൻ്റെ വാക്കതാ, നാവാതാ. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ. കൊല്ലാനും പറ്റും, ജീവിക്കാനും പറ്റും. കൊല്ലാനും പറ്റും, ജീവിക്കാനും പറ്റും. എല്ലാ പനിയും ഡെങ്കിപ്പനിയല്ല, എല്ലാ പനിയും എലിപ്പനിയുമല്ല. ഒരുപാട് ലക്ഷണം, ഒരുപാട് രോഗങ്ങൾക്ക് ഒരുപാട് ലക്ഷണം. ഒരു രോഗത്തിന് തന്നെ ഉള്ള ലക്ഷണം മറ്റ് പല രോഗങ്ങൾക്ക് കാണും. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ചെറിയ ക്ഷീണം വരുമ്പോൾ വലിയൊരു രോഗത്തിനെ പിടിക്കും. വാ കൊണ്ട് പറഞ്ഞ് നമ്മുടെ ശരീരത്തിൽ വരുത്തി വെക്കരുത്, വരുത്തി വെക്കരുത്. യേശുവിൻ്റെ ഒറ്റ വാക്കുകൊണ്ട് സകലതും എന്ത് ചെയ്തു? ഉരുവായി. ഇതേ അധികാരവും അഭിഷേകവും ദൈവം നമ്മുടെ നാവിൽ തന്നിട്ടുണ്ട്. നീ നന്മ പറഞ്ഞാൽ അത് തന്നെ വരും. നീ അനുഗ്രഹം പറഞ്ഞാൽ അത് തന്നെ വരും. നീ ശപിച്ചാൽ ആ ശാപമേ വീഴൂ. നീ അനുഗ്രഹിക്കുന്നവരായി, നമ്മൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് അനുഗ്രഹിക്കുന്നവരായി ഇരിപ്പീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എല്ലാം ഒരു വാക്കുകൊണ്ട് സർവശക്തനാകുന്ന ദൈവം കൽപ്പിച്ചു, സകലത്തെയും സൃഷ്ടിച്ചു, സകലത്തെയും നോക്കി. കർത്താവ് സകലവും ഉണ്ടാക്കി. ഉൽപ്പത്തിയിൽ സകലം ഉണ്ടാക്കിയ സർവശക്തനാകുന്ന ദൈവം പള്ളിക്കകത്ത് വന്നെന്ന് പറയുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം കൊണ്ടുപോടാ. ഉൽപ്പത്തിയിൽ സകലവും സൃഷ്ടിച്ച ഒരു ദൈവമാ ഇവിടെ വന്ന് ലൂക്കോസ് 4 നമ്മൾ ധ്യാനിച്ചത്. എന്നാൽ പുറപ്പാടിലേക്ക് വരുമ്പോൾ ഇതാ ഒരു വീണ്ടെടുപ്പിന്റെ നിഴലാണ് പുറപ്പാട്. സ്വത്രം നോക്കിക്കേ, സകലവും സാധിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് ഉൽപ്പത്തിയിൽ ദൈവം വെളിപ്പെടുത്തുന്നതെങ്കിൽ രണ്ടാമത് പുറപ്പാടിൽ ദൈവം വെളിപ്പെടുത്തുന്നത് എന്തെന്നറിയാമോ? സ്വത്രം ഒരു വീണ്ടെടുപ്പിനെയാണ് പുറപ്പാടിൽ ദൈവം വെളിപ്പെടുത്തുന്നത്. ഒരു വീണ്ടെടുപ്പ്. എന്തോന്ന്? ഒരു വീണ്ടെടുപ്പ്. ഒരു വീണ്ടെടുപ്പിനെ വെളിപ്പെടുത്തുന്നതാണ് പുറപ്പാട്. ഒരു വീണ്ടെടുക്കുന്ന ഒരു അനുഭവമാണ് പുറപ്പാടിൽ. 430 വർഷം ഇസ്രായേൽ മക്കൾ അടിമനുഖത്തിനകത്ത് കിടക്കുമ്പോൾ അവരെ പൊട്ടിപ്പാൻ ഇറങ്ങിച്ചെന്ന സർവശക്തന്റെ ശക്തി. 430 വർഷം പേര് പറഞ്ഞ്, ജീവിതം പറഞ്ഞ്, അതും ഇതും പറഞ്ഞ് ജനത്തെ പുറത്തുവിടാൻ പറ്റാതെ അടിമനുഖത്തിനകത്ത് കിടന്ന സ്വത്രം ജനത്തെ കൊണ്ടുവരുവാൻ, ഒന്ന് വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഇറങ്ങിയ ഒരു ശക്തി ഉണ്ടെങ്കിൽ അതത്ര വീണ്ടെടുപ്പിന്റെ ശക്തി. ആ ശക്തി ഇറങ്ങിയപ്പോഴാണ് സകല ഇസ്രായേൽ ജനവും കെട്ടു പൊട്ടി പുറത്തു വന്നു. ഈ ശക്തിയാണ് ഇവിടെ വന്ന് സംസാരിച്ച് എങ്ങനെന്ന് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും. നിങ്ങൾക്ക് എത്ര മനസ്സിലായി? ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും. കണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രസാദ വർഷം. നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ഈ കർത്താവിനെ ജനം ഒരു കൂട്ടം വരെ അംഗീകരിച്ചു, ഒരു കൂട്ടം വരെ അംഗീകരിച്ചില്ല. ഉൽപ്പത്തിയിൽ സകലവും സാധിക്കുന്ന സർവശക്തനാണെങ്കിൽ പുറപ്പാടിൽ നീ എത്ര പഴക്കം ചെന്ന കെട്ടിനകത്ത് കിടന്നാലും എൻ്റെ സമയമാകുമ്പോൾ എൻ്റെ ശക്തി ഇറങ്ങി സകല കെട്ടുകളെ പൊളിച്ച്. ഹല്ലേലൂയ. ആണല്ലേ? 0 ആയാലേ ഹീറോ വരുള്ളൂ എന്ന് പറഞ്ഞില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കർത്താവ് പറയും, മക്കളെ, നീ എത്ര നീണ്ട കാലപ്പഴക്കം ചെന്ന് ചങ്ങലയ്ക്ക് ബന്ധിച്ചതാണെങ്കിലും ഈ ചങ്ങല പൊട്ടിക്കാനുള്ള ശക്തി എൻ്റെ മേൽ പകർന്നിട്ടുണ്ട്. പള്ളിക്കത്തിരുന്ന് കർത്താവ് പറഞ്ഞു, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കർത്താവ് ഇന്ന് നമ്മുടെ പള്ളിക്കകത്ത് നിൽക്കുക. ഇന്ന് നമ്മുടെ പള്ളിക്കകത്ത് ആര് നിൽക്കുക? യേശുപ്പം നിൽക്കുക. ആ ബന്ധനം അഴിഞ്ഞു വേണം ചെയ്യാൻ പോകാൻ. പുറപ്പാടിൽ ഏത് പഴക്കം ചെന്ന കെട്ടിനെയും പൊട്ടിച്ച് അവനെ പിന്തുടർന്ന് വന്ന ശക്തികളെ ചെങ്കടനകത്ത് കൊന്നിട്ടിട്ട് ഇസ്രായേൽ മക്കൾക്കൊരു പോറൽ പോലും പറ്റാതെ തപ്പെടുത്ത് നൃത്തം ചെയ്ത് പാടത്തക്ക നിലവാരത്തിൽ പുറത്തു കൊണ്ടുവന്ന ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം,
താതൻ എന്റെ താതൻ ഈ ദൈവം എന്റെ ദൈവം ഈ താതൻ എന്റെ താതൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഉൽപ്പത്തിയിൽ ശക്തി വെളിപ്പെടുത്തി സകലത്തെ ഉണ്ടാക്കിയ ദൈവം പുറപ്പാടിൽ കെട്ടുകളെ പൊട്ടിപ്പിച്ച് അവരെ ഒതുക്കിയ മണ്ഡലങ്ങളെ വെള്ളത്തിനകത്ത് മുക്കിക്കൊന്ന് സ്വത്രം അക്കരെ ഇസ്രായേൽ മക്കളെ തപ്പെടുത്ത് നൃത്തം ചെയ്യുന്ന പൈതങ്ങളായി നിർത്തിയെങ്കിൽ ഇന്ന് ഇതിനകത്ത് രണ്ട് കാര്യം നിങ്ങളുടെ മേൽ വരാൻ പോകുന്നു. ഒന്ന്, കർത്താവ് ചിലത് ചെയ്യാൻ പോകുന്നു. രണ്ട്, ഏതൊക്കെ ബന്ധനത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ബന്ധനങ്ങളും ആ ദുർഭൂത ശക്തികളും ഇന്നത്തെ പകൽക്കാലം ആരാധന കഴിഞ്ഞു പോകുമ്പോൾ വിടുതലോടെ മടങ്ങിപ്പോകാൻ പോകുന്നു. മൂന്ന്, ഉൽപ്പത്തിയിൽ ശക്തിയെങ്കിൽ പുറപ്പാടിൽ കെട്ടുപൊട്ടിച്ചെങ്കിൽ സ്തോത്ര ലേവ്യ പുസ്തകത്തിനകത്ത് അങ്ങോട്ട് നോക്കുമ്പോൾ യാഗം 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 യാഗം. മക്കളെ, ഇവിടെ ഇതെല്ലാം യാഗം വെട്ടിക്കീറി കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരുവൻ എനിക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി ഒരു യാഗവസ്തുവായി ഇറങ്ങി വരുമെന്ന് നിഴലാക്കി ലേവ്യ പുസ്തകം ദൈവം വെളിപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, 18 അധ്യായം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ പറഞ്ഞു, മക്കളെ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും കണ്ടോ, എൻ്റെ അപ്പൻ്റെ സ്വപ്നം പങ്കുവച്ച പുസ്തകമാണ്. എൻ്റെ മരണത്തിലൂടെ നിനക്കൊരു വിശുദ്ധ പൈതലായി ജീവിക്കാം എന്നുള്ള സ്വപ്നത്തെ ലേവ്യയിലൂടെ എൻ്റെ അപ്പൻ പങ്കുവച്ചു. പൈതലെ, ഒന്ന് നീ തകർന്ന അവസ്ഥയിൽ വന്നിരിക്കുക, എനിക്ക് എന്നെ ആര് സഹായിക്കും? ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് പ്രവർത്തിച്ച ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങുമെങ്കിൽ. രണ്ട്, നീ ചോദിക്കപ്പാ, ഇനി എന്ന് ഈ മനുഷ്യൻ രക്ഷിക്കപ്പെടും? ബന്ധിക്കപ്പെട്ടല്ലോ, എത്ര കാലം കൊണ്ട് ഈ പ്രശ്നത്തിന് നടുവിൽ കിടക്കുന്നു, എന്നൊന്ന് ആരാധിക്കും, എന്നൊന്ന് മടങ്ങി വരും, എന്നീ പിശാചിൻ്റെ കെട്ടുകൾ അഴിയും എന്ന് നീ ചോദിക്കുമ്പോൾ കർത്താവ് പറയും, നിന്നെക്കെതിരെ നിൽക്കുന്നതിനെ ചെങ്കടലിൽ തള്ളിയിട്ട് നിന്നെ ജീവനോടെ ജയത്തോടെ പുറത്തു കൊണ്ടുവരുന്ന ശക്തിയുള്ള ശക്തിയാണ് പുറപ്പാടിലെങ്കിൽ ലേവിയിൽ തീർന്നില്ല. നീ ചോദിക്കുന്നില്ലേ, അപ്പാ ഞാൻ അപ്പനെ കണ്ടുമുട്ടി, അപ്പനെ ആരാധിക്കുന്നു, കെട്ടും പൊട്ടി, എൻ്റെ അപ്പന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹമുണ്ട്, യേശുവിനെ പോലെ നടക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. യേശുപ്പം പറയുന്നു, മക്കളെ, ഞാൻ വിശുദ്ധൻ ആകയാൽ നിങ്ങളും വിശുദ്ധൻ ആയിരിപ്പി. ഞാൻ വിശുദ്ധനാണ്, നിന്നെ വിശുദ്ധനാക്കാൻ ഞാൻ എൻ്റെ ശരീരം തകർന്ന് നിന്നെ വിശുദ്ധനാക്കാൻ എൻ്റെ രക്തം ചൊരിഞ്ഞു. ആ രക്തത്താൽ നിനക്ക് പാപമോചനമുണ്ട്, ശുദ്ധീകരണമുണ്ട്. എൻ്റെ രക്തത്താൽ നീ എൻ്റെ വിടുതലിലൂടെ നീ നീതിമാനായി. ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ എന്നെ നിന്നെ കൊണ്ടുവരുന്ന എവിടെ നിന്നറിയാമോ? ഉൽപ്പത്തിയിൽ എൻ്റെ ഇല്ലായ്മകളെ കണ്ട് തരുന്ന ദൈവം, പുറപ്പാടിൽ എൻ്റെ കണ്ണീര് കണ്ട് കെട്ടുപൊട്ടിക്കുന്ന ദൈവം. ലേവിയിൽ ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പാ, ഇതുപോരായേ 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 നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. പിരിയിൽ ഇനിയും മരണം വരെയും, പിരിയില്ലിയും മരണം വരെയും, മാറിൽ ഇനിയും ഞാൻ മാർവിൽ നിന്നും, മാറിൽ ഇനിയും ഞാൻ മാർവിൽ നിന്നും. പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. ഹല്ലേലൂയ. നമ്മൾ പറയും, കർത്താവേ, എങ്ങനെയാണ് അപ്പച്ചാ ഞാൻ രക്ഷപ്പെടുക? ഒന്നിൽ ഉൽപ്പത്തിയിലുള്ള നന്മ കിട്ടി, പുറപ്പാടിലും കിട്ടി, പക്ഷെ ഒരു ജയജീവിതം നയിക്കാൻ കഴിയുന്നില്ല കർത്താവേ, എങ്ങനെ പറ്റുന്ന പറയുമ്പോൾ കർത്താവ് പറയും, എന്നെ മൊത്തത്തിൽ നുറുക്കിയത് നീ ജയത്തോടെ നടക്കാൻ വേണ്ടിയാ.
എന്നെ മൊത്തത്തിൽ തകർത്തത്, എന്നെ മൊത്തത്തിൽ കീറിയത്, മുഴവ് ചാല് പോലെ കീറിയത്. എൻ്റെ രക്തം ശുദ്ധീകരിക്കുന്നതാണ്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളെയും വിശുദ്ധരാക്കാൻ ലേവ്യരിൽ എൻ്റെ അപ്പനെ ഇറങ്ങി കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തിയിൽ അത്ഭുതം ചെയ്ത് സൃഷ്ടിച്ച് പുറപ്പാടിൽ സകല ബന്ധനങ്ങളെ അഴിച്ച് എതിരായി നിന്നവനെ കൊന്ന് തകർത്ത ദൈവം ലേവ്യരിൽ വരുമ്പോൾ കർത്താവിൽ ജീവിക്കാൻ ദാഹിക്കുന്ന മക്കളെ ശുദ്ധീകരിക്കുന്നു. എങ്ങനെ? ഒരു വിശുദ്ധ പൈതലാക്കി. സംഖ്യാപുസ്തകത്തിനകത്തേക്ക് വരുമ്പോൾ ഇതാ ജനം കരയുന്നു, അപ്പാ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പാ ഞങ്ങൾക്ക് ഇതില്ലല്ലോ, അപ്പാ ഞങ്ങൾക്ക് അതില്ലല്ലോ. സ്വർഗം ഇറങ്ങുന്നു. അവർക്ക് വേണ്ടുന്നത് സംഖ്യാപുസ്തകത്തിനകത്ത് തുറന്നിട്ട് കൊടുക്കുന്നു. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വ്യത്യസ്തമായ വേദനയോടെ വന്ന പൈതലെ സംഖ്യാപുസ്തകത്തിനകത്തുള്ള അനുഗ്രഹങ്ങളെ നൽകി ഇന്നും അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. അനുഗ്രഹിക്കുന്ന ഒരു ദൈവം മാത്രമേ നമ്മുടെ കർത്താവ്. ഇന്ന് നീ വ്യത്യസ്ത വിഷയത്തോടായിരിക്കാം വന്നിരിക്കുന്നത്, എന്നാൽ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതേ ലേവ്യ ഇതാണ് ദൈവം എന്ന് പറഞ്ഞ് ആരാധിപ്പിച്ചു. ദൈവം അവനോട് കണക്ക് പറഞ്ഞ പുസ്തകമാണ്. ഏത് പുസ്തകം? ആവർത്തന പുസ്തകം. തീർന്നില്ല. മോശ സ്തോത്രം നിസ്സാര കാര്യമാണെന്ന് നമുക്ക് തോന്നും. മോശ പറഞ്ഞപ്പാ ഞാൻ കനാൻ ദേശം ഒന്ന് ഉറ്റുനോക്കിക്കോട്ടെ, ഞാൻ ഇത്രയും ജനങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്ന് കനാൻ ദേശത്തിലാക്കിയാണെന്ന് പറഞ്ഞില്ലേ, കൊണ്ടൊക്കെ വന്നില്ലേ? ഇല്ല മോശേ, നീ ഇവിടെ നിന്ന് വേണമെങ്കിൽ എത്തി നോക്കിക്കോ, നീ കനാൻ ദേശത്ത് കടക്കയില്ല, നീ ഇവിടെ വച്ച് തന്നെ തീരാൻ പോവുകയാ. മോശയോടും കണക്ക് പറഞ്ഞൊരു ദൈവമുണ്ട്. ആവർത്തന പുസ്തകം അവസാനം അധ്യായം വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം മുഖം നോക്കുന്ന ദൈവമല്ല. യഹൂദന് യവനെന്നുമില്ല, ബർബറിന് ശകനെന്നുമില്ല, ദാസന് സ്വതന്ത്രമെന്നില്ല, ആണെന്നും പെണ്ണെന്നുമില്ല. കർത്താവിൻ്റെ മുൻപിൽ വിറയലോടിരിക്കുന്നവരെ കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. മിര്യാമിന് എന്തുകൊണ്ടാ മിര്യാമിന്റെ ജീവിതത്തിനകത്ത് അങ്ങനെ വരാൻ കാര്യം എന്താ? സ്വത്രം മോശയ്ക്കെതിരെ വർഷിപ്പ് ലീഡർ സംസാരിക്കാൻ തുടങ്ങി. നമ്മളിങ്ങനെയാണ് ആരാച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇന്ന് ഇപ്പം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ ദിവസം എൻ്റെ അങ്ങേസ് രാവിലോട്ട് വൈകുന്നേരം വരെ പവർ ബാങ്കായിട്ടാണ്. ഇപ്പം കുത്തിയാൽ അടുത്തിരിക്കുന്ന ഒരു 10 മൊബൈൽ വേണമെങ്കിൽ ചാർജ് കയറും. അങ്ങനെ ഇരിക്കുക ചിലർ, എല്ലാവരും അല്ല, ശക്തി പ്രാപിച്ചിട്ടിരിക്കുക. 10 എണ്ണം കുത്തിയാലും ചാർജ് കംപ്ലീറ്റ് അതിൽ കാണും. ആ കണക്കിന് പവർ ബാങ്കായിട്ട് പോവുകയാണ്. പക്ഷെ പുറത്തിറങ്ങി ഈ പവർ ബാങ്ക് തിരിച്ച് ഒറ്റ വാക്കിലൂടെ ഇരിക്കുമ്പോൾ ഒറ്റ ശാപവാക്ക് തീർന്നു. 3 ദിവസത്തുള്ള പോയി. മനസ്സിലായോ? മിരിയാം ഇത്രയും തപ്പെടുത്ത് വർഷിപ്പ് നടത്തി ഇത്രയും ജനത്തെ ഒരുമിച്ച് ആരാധിപ്പിച്ച ആ സഹോദരി സ്വന്തം സഹോദരന് വിരുദ്ധമായിട്ട് സംസാരിച്ചു. ദൈവദാസന് വിരുദ്ധമായി സംസാരിച്ചു. ദൈവ വേലക്കാർക്ക് വിരുദ്ധമായി സംസാരിച്ചു. ദൈവം വിളിച്ച് വേർതിരിച്ചവർക്കെതിരെ സംസാരിച്ചു. ദൈവത്തിൻ്റെ കോപം അവിടെ ഇറങ്ങി. അഭിഷേകം ഒരാളുടെ മേലൊഴിച്ച് തൈലം ഒഴിച്ചു കഴിഞ്ഞാൽ അയാൾ ആരാ? കർത്താവ് വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ്. അത് കർത്താവാണ് സാക്ഷി. മനുഷ്യരാരും കണ്ടില്ല. ശൗലിനെ ദൈവം വിളിച്ചു, വേർതിരിച്ചു. ശൗല് കുറച്ച് ദിവസം ചുരുങ്ങിയ ചില പീരീഡ് രാജാവായിരുന്നെങ്കിലും 40 വർഷം രാജാവായിരുന്നു. ചുരുങ്ങിയ ഒരു പീരീഡ് മാത്രം ആ മനുഷ്യൻ കർത്താവിൻ്റെ വചനത്തിൽ ജീവിച്ചു. എന്നാൽ ബാക്കി വർഷങ്ങളെല്ലാം കർത്താവിൽ നിന്ന് അകന്നാ പോയെ. പക്ഷേ ആദ്യത്തെ കുറച്ച് വർഷം ആ മനുഷ്യൻ ദൈവത്തിൽ ജീവിച്ചു. അപ്പോഴും ദാവീദ് ശൗലിൻ്റെ മേൽ ദൈവം പകർന്ന അഭിഷേകം കണ്ട് ആ മനുഷ്യനെ ഒരു ദൈവഭക്തനായി കണ്ട്, ആ മനുഷ്യനെ അഭിഷേകമുള്ളവനായി കണ്ട്, ദൈവത്തിൻ്റെ കോപം എൻ്റെ മേൽ വരല്ലേ എന്ന് പറഞ്ഞ് എങ്ങനെ ആ ശൗലിനെ ഒരു ദൈവ പൈതലായി കണ്ടുവോ, അതുപോലെ തന്നെ അവസാനം വരെയും ശൗൽ ദാവീദിനെ കൊല്ലാൻ കുന്തം കുത്തിയിട്ട് പോലും കൂടെ വന്നവരോട് പറഞ്ഞു, ആ മനുഷ്യനെ തുടല്, ഇത്ര വർഷം മുമ്പ് അയാളുടെ മേൽ തൈലക്കൊമ്പ് ചരിഞ്ഞതാ. നിങ്ങൾക്ക് മനസ്സിലായോ? കുറച്ച് ദിവസമേ അയാൾ നേരെ ജീവിച്ചുള്ളൂ, ബാക്കി ദിവസം പാവം ചെയ്തു. പക്ഷെ എന്നിട്ടും ദാവീദിന് പേടി. അയാളെ ദാവീദിനെ കൊല്ലാൻ നോക്കിയിട്ടും തിരിച്ചു മിണ്ടിയില്ല.
അതാണ് അഭിഷേകത്തിൻ്റെ വില എന്ന് പറയുന്നത്. ബാക്കി ദൈവം നോക്കിക്കോളും. നമ്മൾ ദൈവവേലക്കാരെ ഒന്നും പറയല്ലേ. നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലും കർത്താവ് ആക്കിയവരെ കർത്താവ് കാണുന്നുണ്ട്. അവരാരംഗീകരിച്ചില്ലെങ്കിലും ദൈവത്തിന് അവരിലൂടെ എന്തൊക്കെ ചെയ്യാനുണ്ടോ, ഒരു കൂട്ടം പേർ വിമർശിക്കുമ്പോഴും, ഒരു കൂട്ടം പേർ തകർക്കുമ്പോഴും, ഒരു കൂട്ടം പേർ ചേരിയായി തിരിയുമ്പോഴും ദൈവം ചെയ്യേണ്ടത് ദൈവം മോശയിലൂടെ ചെയ്തു. മിരിയാമിന് അത് അംഗീകരിക്കാൻ പറ്റില്ല. മിരിയാം ഒരു കൂശ്യ സ്ത്രീ നിമിത്തം ദൈവഭക്തനായ മോശയ്ക്കെതിരെ സംസാരിച്ചു. അതുകൊണ്ട് ഒരു ദൈവവേലക്കാർക്കെതിരെ എന്ത് ചെയ്യല്? ഞാനത് പറയാൻ വിട്ടു. ഒരു ദൈവവേലക്കാർക്ക് എതിരെ പറയരുത്. അവരാരോ ആകട്ടെ, നമ്മൾ പറയാൻ ആള് അല്ല, നമ്മൾ ഹണ്ണിക്കാനും ആള് അല്ല. നമ്മൾ നമ്മളിലേക്ക് നോക്കി, കർത്താവേ അപ്പച്ചൻ്റെ സ്വഭാവം എന്നിലുണ്ടോ നോക്കി നമ്മൾ പോവുക. കാര്യങ്ങൾ ഉയർത്തിരിക്കുക. അല്ലേ പറഞ്ഞേ? ഹല്ലേലൂയ. മോശയ്ക്കെതിരായി മിരിയാം സംസാരിച്ചു. അവിടെ ഒരു ന്യായവിധി നടന്നു. സ്നേഹിതരെ, കർത്താവാകുന്ന ദൈവത്തിൻ്റെ അടുക്കൽ മോശ എന്ന ഭക്തൻ 40 ദിവസം കയറിപ്പോയി. അവിടെ ഇരുന്ന് കൽപ്പലക എഴുതി കൊടുത്തു. കൽപ്പലയുമായി തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ ഇതാ അവിടെ ഒരു ആരവം. തൻ്റെ ജ്യേഷ്ഠനാകുന്ന അഹരോൻ സ്തോത്രം കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു ആരാധിക്കുക. അയാൾക്കും ഒരു ന്യായവിധി ഉണ്ടായി. മോശ ചെറിയ കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ കനാൻ ദേശം കാണാൻ വിട്ടില്ല. ഞാൻ പറയട്ടെ, നമ്മൾ ആരാധിച്ച് വിടുതലോടെ ജയത്തോടെ വേണം പോകാൻ. ഇന്ന് ഇതിനകത്ത് കർത്താവാകുന്ന യേശു ക്രിസ്തു ഉണ്ട്. ഉൽപ്പത്തിയിൽ അത്ഭുതം ചെയ്ത, പുറപ്പാടിൽ ബന്ധനമടിച്ച, ലേവിയിൽ ഞാൻ വിശുദ്ധനാകയാൽ നിന്നെ വിശുദ്ധീകരിക്കാൻ ഞാൻ യാഗമായി തീർന്നുവെന്ന് എനിക്ക് വേണ്ടി രക്തം ചിന്തി ആ രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ച് പുറത്തെടുത്ത സംഖ്യ പുസ്തകത്തിനകത്ത് ഇല്ലാത്തതിനൊരു കരഞ്ഞപ്പോൾ ഇറങ്ങി വന്ന ആവർത്തനത്തിൽ കണക്ക് ചോദിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന്. ആ ദൈവം ആലയത്തിനകത്ത് ഇറങ്ങി പ്രസംഗം തുടങ്ങി, വചനം പറഞ്ഞു. കർത്താവായ യേശുവിനെ കുറിച്ചുള്ളത് മാത്രം വായിച്ച ശേഷം പുസ്തകം ചുരുട്ടി തോൽ ചുരുൾ കൊണ്ടുവയ്ക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ജനം രണ്ടായി. ഒരു കൂട്ടം പേർ യേശുവിൻ്റെ വാക്ക് കേട്ട് ഇഷ്ടപ്പെട്ടു, മറുകൂട്ടം പേർ യേശുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. ഇന്ന് ഇതിനകത്ത് ആഴമേറെ തിരുവചനം ഞാൻ നിർത്താൻ പോകുക. രാവിലെ മുതൽ കേട്ടോണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, യേശു കർത്താവ് കഫർന്നഹൂമിൽ ചെന്നു കേട്ടോ. വചനം എടുക്കുന്നില്ല, സമയമില്ല. കഫർന്നഹൂമിൽ ചെന്നു. യേശു ചെന്നപ്പോൾ അവിടെ രോഗികൾ കണ്ടു. അവരെയൊക്കെ യേശു സൗഖ്യമാക്കി. കഫർന്നഹൂമിൽ ജനം വിളിച്ചു പറഞ്ഞു, അയ്യോ ഗുരു, ഞങ്ങളെ വിട്ടു പോകല്ലേ, ഞങ്ങൾക്ക് അപ്പനെ വേണം. കഫർന്നഹൂമിലെ ജനം യേശുവിനെ വിടാതെ കെട്ടിപ്പിടിച്ചു. അടുത്ത് നോക്ക്, യേശു അടുത്ത് ഗദരദേശത്ത് പോയി. ഗദരദേശത്ത് പോയപ്പോൾ ജനം കൂട്ടത്തിൽ വിളിച്ചു പറഞ്ഞു, യേശുവേ, ഞങ്ങൾ അതിരിനകത്ത് നിൽക്കല്, വെക്കോ. ഒരു ദേശം എന്തെന്ന് പറഞ്ഞു, എനിക്കങ്ങനെ വേണം. മറുദേശം എന്തെന്ന് പറഞ്ഞു, ഇവിടെ നിൽക്കല്. കാരണം എന്താ? സ്വീകരിച്ച ദേശത്ത് അഭിഷേകമുള്ളവരുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നുള്ളവരുണ്ടായിരുന്നു, കൃപയുള്ളവരുണ്ടായിരുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് ഗദരദേശത്ത് 6000 ഭൂതം പിടിപെട്ടായിരുന്നു. അവർക്കവിടെ യേശു ചവിടിയപ്പോൾ നിൽക്കാൻ പറ്റിയില്ല. ജനം ഒന്നടങ്ങ് ഇളകി പറഞ്ഞു, അവന് അതിര് വിട്ട് മാറ്, പൊയ്ക്കോ. യേശുവേ, അതിരിൽ വരുമ്പോൾ അവിടെ ഇളക്കം വരും. അതിരിൽ വരണ്ട, യേശുക്കരെന്നാലേ ഇളക്കം വരും. അപ്പോൾ ഗദരദേശക്കാർ ഒരുമിച്ച് അലറി. ഗദരദേശക്കാർ എന്ത് ചെയ്തു? ഒരുമിച്ച് അലറി. ഹല്ലേലൂയ. നോക്കിയേ, അവിടെ യേശുവിനെ സ്വീകരിക്കാൻ ആഗ്രഹം തോന്നില്ല. കാരണം എന്താ? മുഴുഭൂതങ്ങൾ ഒരുമിച്ച് അലറി. നോക്കിയേ, ലാസറിൻ്റെയും മറിയയുടെയും വീട്ടിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു. യേശുവേ, എൻ്റെ സഹോദരൻ ദീനമായി കിടക്കുന്നു, യേശുവേ ഒന്ന് വരണേ. അവർ യേശുവിനെ സ്വീകരിച്ചു. ഒരുപാട് സഹോദരിമാർ യേശുവിനെ സ്വീകരിച്ചു. ഒരുപാട് സഹോദരന്മാർ യേശുവിനെ സ്വീകരിച്ചു. ഒരുപാട് പേർ യേശുവിനെ തള്ളിപ്പറഞ്ഞ് കൊല്ലാൻ ചിന്തിച്ചു. ഈ വചനത്തിൻ്റെ ഉടമസ്ഥനാകുന്ന യേശുവിനെ തള്ളിപ്പറയാനാണോ ആഗ്രഹം, അതോ കൂടെ കൊണ്ടുപോകാനാണോ? ഇന്നീ സ്വത്രം ഞായറാഴ്ച കർത്തൃമേശ കഴിഞ്ഞ് നമ്മൾ ഈ ആലയത്തിനകത്തിരിക്കുമ്പോൾ പൈതലെ, സർവവും സൃഷ്ടിച്ച, സകലത്തെയും ചമച്ച, ഗുരുവാകുന്ന, പ്രാണപ്രിയനാകുന്ന, തത്വത്തിൽ മുദ്രയാകുന്ന യേശു നമ്മുടെ ആലയത്തിനകത്തുണ്ട്. ആ യേശുവിനെ തള്ളിപ്പറഞ്ഞ് കുറ്റപ്പെടുത്തി കൊല്ലാനാണോ പ്ലാൻ, അതോ യേശുവേ എൻ്റെ കൂടെ വരണമേ, യേശുവേ എൻ്റെ കൂടെ ഇരിക്കണമേ, അങ്ങില്ലാതെ അപ്പാ ഞാൻ പോകത്തില്ല. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് 2-ാം അധ്യായം വായിക്കുമ്പോഴും അവിടെ പരിശുദ്ധന്മാർ പറഞ്ഞു, ജനം 2 ചേരിയായി തിരിഞ്ഞു. ഒരു ചേരി വീഞ്ഞു പിടിച്ചിരിക്കുന്നെന്നും
മറുചേരി ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നെന്നും. അങ്ങനെയെങ്കിൽ സ്നേഹിതരെ, ഇന്ന് നമ്മൾ എന്തോന്ന് പറയും? കർത്താവേ, എൻ്റെ അപ്പച്ചൻ സത്യദൈവമാണ്, എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുവാൻ ഈ യേശു മതിയായവനാണ്. ആ യേശു ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് പ്രവർത്തിച്ചെങ്കിൽ, പുറപ്പാടിൽ പ്രവർത്തിച്ചെങ്കിൽ, ഓ സ്തോത്രം, ലേവ്യ പുസ്തകത്തിൽ പ്രവർത്തിച്ചെങ്കിൽ, ആ രക്തത്തിലൂടെ എനിക്കൊരു ശുദ്ധീകരണമുണ്ട്. യേശുവിലൂടെ ജീവിച്ച് എൻ്റെ അപ്പൻ്റെ അടുക്കൽ വരും വരെ ഒരു വിശുദ്ധ പൈതലായി, ക്രിസ്തുവിൽ തികഞ്ഞ ഒരാളായി, ദൈവത്തിന് വാസനയായി, സൗരഭ്യ വാസനയുള്ള ഒരു മണവാട്ടിയായി. എങ്ങനെ മണവാട്ടിയായി? ഞാൻ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ്. ഞാൻ ആരൊക്കെ എടുത്തു എന്ന് ശ്രദ്ധിച്ചില്ല. ഞാൻ പറയാം, ദൈവത്തിന് ഹിതമല്ലാത്തൊന്നും ചെയ്യരുത്. നമ്മൾ അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹ പാത്രം യേശുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാണ്. അതിലൂടെ ശുദ്ധീകരണവും വിടുതലും കൃപയും അധികാരവും അഭിഷേകമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, ഏത് ജാതിയിൽ നിന്ന് വന്നാലും കർത്താവിൻ്റെ അടുത്ത് വന്ന് യേശുവിൻ്റെ ജീവൻ പ്രാപിച്ചാൽ ആ വ്യക്തി രക്ഷിക്കപ്പെടാം. പക്ഷേ രക്ഷിക്കപ്പെട്ടാൽ മണവാട്ടിയാകത്തില്ല. അത് ആദ്യത്തെ പടിയായതേ ഉള്ളൂ. മണവാട്ടി അങ്ങനെയല്ല, ആ പടിയുടെ പുറത്ത് പണിഞ്ഞുകൊണ്ടിരിക്കും. ക്രിസ്തു നിറയും തോറും പൊളിഞ്ഞുകൊണ്ടിരിക്കും. അകവും പൊളിയും പുറവും പൊളിയും. ക്രിസ്തുവിൻ്റെ തലയോളം വളരും. അതാണ് മണവാട്ടി. നിങ്ങൾക്ക് മനസ്സിലായോ? അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ മാത്രമല്ല, ആദ്യജാതന്മാരുടെ കൂട്ടത്തിൽ, സ്വർഗത്തിൽ. സ്തോത്രം.